പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ. നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരും ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ട് അതിൽ സമാധാനമടയുകയും ചെയ്തവരും നമ്മുടെ തെളിവുകളെപ്പറ്റി അശ്രദ്ധരായി കഴിയുന്നവരും ആരോ അവരുടെ സങ്കേതം നരകം തന്നെയാവുന്നു. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമത്രേ അത്. അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരും ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് കരുതി അതിൽ തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ കഴിയുകയും ചെയ്യുന്നവരും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പല തെളിവുകളും നമുക്ക് അള്ളാഹു നൽകും ജീവിതത്തിൽ. ഇതൊക്കെ നൽകിയിട്ടും അശ്രദ്ധമായി കഴിയുന്നവരുമൊക്കെ അവരുടെ സങ്കേതം നരകമാകുന്നു. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലം അത്രയാണ്, പ്രവർത്തിച്ചു കൂട്ടിയതിൻ്റെ ഫലമാണ് അവർക്ക്. അപ്പം ചില ആൾക്കാർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന പ്രതീക്ഷിക്കാത്ത ആൾക്കാരുണ്ടാവും. നമ്മുടെ മുസ്ലിങ്ങളിൽ തന്നെ ധാരാളം കാണാം. ഏതൊരു വ്യക്തിയും ഇപ്പോൾ ഒരു 2010 കാലഘട്ടത്തിൽ വരെ ജനിച്ചവർ മഹാഭൂരിപക്ഷവും അതിന് മുമ്പും ജനിച്ചവരൊക്കെ മദ്രസ വിദ്യാഭ്യാസം പരിപൂർണമായി നേടുന്നവരായിരിക്കും. 5 വർഷം എന്തായാലും 5 വർഷം 4 വർഷം മദ്രസ വിദ്യാഭ്യാസം നേടുന്നവരാണ്. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെയാണ് പിന്നെ മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് മുസ്ലിങ്ങൾ അല്പം അകന്നു പോയത്. അല്പം ചിലർ, കാരണം സ്കൂളിൽ ഒരുപാട് പഠിക്കാനുണ്ടാവുമെന്ന് കരുതി മദ്രസയിൽ ചേർക്കാത്ത ദമ്പതിമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ മക്കളെ മദ്രസയിൽ ചേർക്കാത്ത ദമ്പതിമാരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ട്, കാരണം സ്കൂളിൽ ഒരുപാട് പഠിക്കാനുണ്ടാവും. പിന്നെ ഇപ്പോൾ പണ്ടൊക്കെ സ്കൂൾ സമയം 10 മണിയായിരുന്നു, ഇപ്പോൾ അതൊക്കെ അത് 9 മണി ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. 9 മണി സ്കൂളിലെത്തണമെങ്കിൽ അത് 8 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ബസ് കയറണം. കാരണം ബസ് പല വഴിക്കും ചുറ്റിക്കറങ്ങിയിട്ടാണ് സ്കൂളിലെത്തുക. 1 മണിക്കൂറെങ്കിലും ബസ്സിൽ ഇരിക്കണം. അപ്പം മദ്രസയിൽ പഠിക്കാൻ കഴിയില്ല. പിന്നെ അവർക്ക് ആകപ്പാടുള്ള മദ്രസ പഠനം വെക്കേഷൻ ടൈമിലാണ്. വെക്കേഷൻ ടൈമിൽ എന്ത് ചെയ്യും, വല്ല ടൂറ് പോകാനുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം ഉണ്ടാവും, കളിയാട്ടം ഉണ്ടാവും. അപ്പോഴും കിട്ടില്ല, വല്ലപ്പോഴും കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെറും കാലങ്ങളായുള്ള സ്കൂൾ വിദ്യാഭ്യാസം, കൊറോണ വിദ്യാഭ്യാസം മൂലം മഹാഭൂരിപക്ഷം പേരും നിരീശ്വരവാദികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തങ്ങളുടെ മകൾ തന്നെ എന്താണ് പറഞ്ഞത്, സ്ത്രീകൾക്കും പള്ളിയിൽ പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സ്ത്രീ പെൺകുട്ടികൾ നല്ല കാര്യമാണെങ്കിലും കൂടിയിട്ട് നാളെ പിറ്റേന്ന് തങ്ങളുടെ മക്കൾ തന്നെ പറയാൻ മതിയോ 5 നമസ്കരിക്കൊന്നും വേണ്ട, നമുക്ക് സമയമുള്ളപ്പോൾ നിസ്കരിച്ചാൽ മതി, അള്ളാഹുവിനെ ഓർക്കലാണ് പ്രാധാന്യം എന്നൊക്കെ പറയും. പിന്നീട് അതും എന്തായാലും വെള്ളം ചേർത്ത് അങ്ങനെ കുറഞ്ഞു വരും. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടൊരു വ്യക്തി, പിന്നെ വളരെ എനിക്കൊരു 6-8 വയസ്സൊക്കെ ഉണ്ടാവും, 6-7-8 വയസ്സുള്ള കാലത്ത് ആ സ്ത്രീ മറ്റൊരു പെൺകുട്ടിയെ പറ്റി പറയുകയാണ്. ചെറിയ കുട്ടി, അവൾ നേലിക്കിന് തട്ടം ഇട്ടിട്ടാണ് വന്നത്, നേലടിച്ച് കാണുന്ന തട്ടം ഇട്ടിട്ടാണ് വന്നത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. ഏത് കാലം, ഏകദേശം 1980 കാലഘട്ടത്തിൽ. ഇപ്പം പെൺകുട്ടികളുടെ തലയിൽ തട്ടം തന്നെയല്ല, മുസ്ലിം കുട്ടികളുടെ തലയിൽ തട്ടമില്ല, തോളിൽ മാത്രമാണ് തട്ടമുള്ളത്, പാൻറ് ഇട്ട് നടക്കുന്നു, ലെഗിൻസ് ഇട്ട് നടക്കുന്നു. ഇപ്പോഴൊക്കെ ആ സ്ത്രീ ഉണ്ടെങ്കിലൊക്കെ എന്തുമാത്രം കുറ്റപ്പെടുത്തുമായിരുന്നു. പതുക്കെയാണ് സാത്താനിസം വിടുന്നത്, മനസ്സിലായി. അതായത് പണ്ടൊക്കെ തട്ടം കൃത്യമായിട്ട് ഇടേണ്ടിയിരുന്നു. അന്നൊക്കെ നേർമ തട്ടം, നേലിച്ച് കാണുന്ന തട്ടം ഇട്ടാൽ തന്നെ മുതിർന്നവർ ശകാരിക്കുമായിരുന്നു. ഇപ്പം തട്ടം തന്നെ തോളിലില്ല, വേറെ പേരുന്നത് തലയിലുണ്ടാവും തട്ടം. വല്ല പൂവൊക്കെ തലയിടുള്ളൂ, ഒരു മൊലിയാക്കന്മാർ പോകുമ്പോൾ തലയിടും. ബാക്കി ആര് കാണിക്കാം, മൊലിയാന്മാരെ കാണിക്കാൻ പാടില്ല എന്ന സിസ്റ്റമാണ് അവർക്ക്. പറഞ്ഞു തന്നിരിക്കാം. പതുക്കെയാണ് നമ്മൾ സാത്താനിസം നമ്മിലേക്ക് വരുന്നത്. ശപിക്കപ്പെട്ട ഇബ്ലീസ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ വലിയ കാര്യങ്ങളിലൂടെ നിങ്ങളിൽ പ്രവേശിക്കാമെന്ന് ചെറുത്താൻ നിരാശനായിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിലൂടെയാണ് വരിക. വളരെ ചെറിയ കാര്യങ്ങളിലൂടെയാണ് വരിക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും അങ്ങനത്തെ ഒക്കെ വരുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് 5 നമസ്കരിക്കുന്ന വ്യക്തിയോട് പിന്നെ നമസ്കരിക്കണ്ട, ഫർള് നമസ്കരിക്കണ്ട എന്ന് ഈ ചെറുത്താൻ ഉപദേശിക്കില്ല. കാരണം വിജയിക്കില്ല എന്നറിയാം. ആദ്യമായിട്ട് പറയുക എന്താണ്, സുന്നത്ത് നിസ്കാരം എത്രയൊന്നും വേണ്ട,
ലേശം കുറച്ചാലും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ അദ്ദേഹം നിസ്കാരം അല്പം കുറയ്ക്കും, പിന്നീട് പരിപൂർണമായിട്ടും കുറയ്ക്കും. പിന്നെ പറയും ഈ കൂട്ടപ്രാർത്ഥന ഒന്നും വേണ്ട, കുറച്ച് മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ അത് സ്വീകരിക്കും. പിന്നെ എന്ത് ചെയ്യും, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നീ 33 വർഷം പാട്ട് ചെല്ലാണ്ടില്ല, ഓരോ തവണ ചെല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ എങ്ങനെയാണ്. പിന്നെ എന്ത് ചെയ്യും, പിന്നെ പറയും സുബ്ഹിസ്കാരം നമ്മൾ ഉറക്കം ഒരു മരണത്തെ പോലെയാണ്. സുബ്ഹിസ്കാരത്തിന് നമ്മൾ എപ്പോൾ എണീച്ചാലും നമുക്ക് സുബ്ഹിസ്കരിക്കാം, അത് അലാറം വെച്ച് എണീക്കേണ്ടെന്ന് ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ സുബ്ഹിസ്കാരം എന്ത് ചെയ്യും, തെറ്റിക്കും. അങ്ങനെ പതുക്കെയാണ് അവർ തെറ്റിക്കും. പിന്നെ പറയും ജമ്മും കസറാക്കി നിസ്കരിച്ചാൽ മതി, ലോറും അസുറക്ക ജമ്മും കസറാക്കി നിസ്കരിച്ചാൽ മതി, അങ്ങനെ കൽപ്പിക്കും. അങ്ങനെ പതുക്കെയാണ് ചെകുത്താനെ നമ്മിലേക്ക് വരിക. അപ്പം പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും പ്രതീക്ഷിക്കാത്തവരും, അതൊക്കെ ഇതിന് കാരണം ഹിലോകത്തെ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുകയാണ്. ഹിലോകം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നവർക്കാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ മദ്രസയിൽ ചേർക്കാത്ത ഒരുപാട് മുസ്ലിം ദമ്പതിമാർ നാട്ടിലുണ്ട്. പലവരും ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ മദ്രസ പോകാൻ സമയം കിട്ടുന്നില്ല, രാവിലെ 7 മണിക്ക് എത്തണം, ഇപ്പോൾ രാവിലെ തണുപ്പാണ്. അപ്പോൾ തണുപ്പ് കാരണം ഒരുപാട് മാതാപിതാക്കൾ മക്കളെ മദ്രസയിൽ പോകുന്നതിനേക്കാൾ ഇരിക്കുക. അപ്പോൾ നായ്ക്കളെ പേടിക്കുന്ന ഒരു കാരണമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും 2 വീലർ ഉണ്ട്, 2 വീലർ കൊണ്ടാക്കാം. പിന്നെ അള്ളാഹുൽ ബലമേൽപ്പിക്കാം. അള്ളാഹു നമുക്കൊരു ദ്രോഹം വരുത്തുന്നു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് വന്നിരിക്കും. അള്ളാഹു തന്നതിനെ തടയാൻ ആർക്കും കഴിയില്ല. അള്ളാഹു പിന്നെ നമുക്ക് നന്മ വരുത്താൻ ഉദ്ദേശിക്കാൻ, നമുക്ക് നന്മ വരുത്തണം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കാൻ ആർക്കും ഒറ്റ കഴിയില്ല. നന്മയും തിന്മയൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. നമ്മൾ സഹിക്കുക. അത് പേടിച്ചിട്ടൊന്നും നമ്മൾ മദ്രസയിൽ നിന്നും മക്കളെ അകറ്റരുത്. എന്നെയൊക്കെ എൻ്റെ ഉപ്പയൊക്കെ ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കാൻ എൻ്റെ ഉപ്പയാണ് വളരെ മുൻകൈ എടുത്തത്. കാരണം നമ്മൾ ഞാൻ പഠിച്ചത് വെള്ളിമാടുകുന്ന് സ്കൂളിലെ ഒന്നാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് സ്കൂളിലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ തന്നെ NGO ക്വാർട്ടേഴ്സിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് പോന്നു, ചേവായിലേക്ക് താമസം മാറിയപ്പോൾ സ്കൂൾ മാറ്റിയിട്ടില്ല. കാരണം സ്കൂൾ മാറ്റാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ കുറേ നടക്കാം, 1/2 മണിക്കൂർ നടന്നാലേ സ്കൂളിലൊക്കെ. മദ്രസ ആണെങ്കിലോ വേറൊരു ഭാഗത്തേക്ക് 1/2 മണിക്കൂർ നടക്കണം. സ്കൂളും മദ്രസ ഒരു സ്ഥലത്ത് തന്നെയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മദ്രസ ഉള്ളത് ചേവായൂരാണ്, സ്കൂളുള്ളതോ വെള്ളിമാടുകുന്ന്. മദ്രസയിലേക്ക് പോകണമെങ്കിൽ തെക്കോട്ടേക്ക് നമ്മൾ 1/2 മണിക്കൂർ നടക്കണം, സ്കൂളിൽ പോകണമെങ്കിൽ വടക്കോട്ടേക്ക് 1/2 മണിക്കൂർ. അത് തെക്ക് നിന്ന് പിന്നെ വീട്ടിലെത്തണം, 1/2 മണിക്കൂർ നിന്ന് വീട്ടിലെത്തണം. എന്നിട്ട് ഭക്ഷണം കഴിച്ച് 12:30ക്കാണ് സ്കൂൾ തുറക്കുക. പിന്നീട് വീണ്ടും 1/2 മണിക്കൂർ സ്കൂളിലേക്ക് നടക്കണം, പിന്നെ തിരിച്ച് വീട്ടിൽ നടക്കണം. അങ്ങനെ 1 മണിക്കൂർ, മൊത്തം 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ ആദ്യം പറഞ്ഞു മദ്രസയിൽ പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഉപ്പക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മക്കളെ മദ്രസയിൽ പഠിപ്പിക്കണം, അങ്ങനെ ദീനീബോധം വേണം മക്കളെ, അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഉപ്പയുടെ നിർബന്ധം കൊണ്ട് എന്ത് ചെയ്തു, മദ്രസയിൽ നമ്മളെ ചേർത്തു. അപ്പം ആദ്യമൊക്കെ ബസ്സിൽ ആക്കും, ചിലപ്പോൾ എല്ലാ സമയത്തും ബസ് കിട്ടില്ല, അപ്പം നടക്കും ഒക്കെ ചെയ്യും. തിരിച്ചിങ്ങോട്ട് വരുമ്പം എൻ്റെ ഈ ഉപ്പ ബസ് കയറ്റി വിടാൻ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നടന്നു പോവുകയൊക്കെ ആണ്, ബസ്സിലൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അന്നേ നമ്മൾ മാതാപിതാക്കൾ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് അള്ളാഹു അനുഗ്രഹത്താൽ നമ്മൾ ദീനീബോധത്തിൽ വളർന്നു. അല്ലാത്ത പക്ഷെ നമ്മൾ ജാമിലിയെ പോലെ ജബ്ബാറിനെ പോലെയൊക്കെ ആകുമായിരുന്നു. അപ്പോൾ നമ്മൾ മക്കളെ എന്ത് ചെയ്യണം, ദീനീബോധത്തിൽ വളർത്തുക, എങ്കിലും മക്കൾ ദീനീബോധമുള്ളവരായി മാറുകയുള്ളൂ. അല്ലാതെ നമ്മൾ മക്കളെ എങ്ങനെയെങ്കിലും വളർത്തിയിട്ട് പിന്നീട് അവർ നിരീശ്വരവാദിയായി പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിയുന്നതും മദ്രസയിൽ ചേർത്തും അധികം സുന്നി മദ്രസയിൽ ചേർത്തണമെന്നാണ് ഈ ഉള്ള എൻ്റെ അഭിപ്രായം. എൻ്റെ മക്കൾ ജമാഅത്ത് ഇസ്ലാമിയുടെ മദ്രസയിലാണ് പഠിച്ചത്. അപ്പം നിസ്കാരത്തിലൊക്കെ അല്പം പിറകോട്ടാണ്. അപ്പോൾ സുന്നി മദ്രസയിലെ കുട്ടികൾ അല്പം നിസ്കാരവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പണ്ട് ഇപ്പോൾ യൂട്യൂബിൽ ഒരു സുന്നി മൗലവിയുടെ ഒരു പ്രസംഗം കേൾക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ നമുക്ക് പാലൊഴുകുന്ന നദികളുണ്ട്, അവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന മാത്രയിൽ നമുക്ക്
പഴങ്ങൾ നമുക്ക് കയ്യിൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ ഒരു സുന്നി മൗലവി ഇപ്പം പറഞ്ഞത് ട്രോളൊന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പ്രസംഗം ഉപദേശങ്ങളൊക്കെ സുന്നി മദ്രസയിലുണ്ടാവും. അപ്പോൾ അതുവഴി കുട്ടികളുടെ മനസ്സിനെ കയ്യിലെടുത്തുകൊണ്ട് സംസാരിക്കാൻ സുന്നി പണ്ഡിതന്മാർക്ക് മൗലവിമാർക്ക് കഴിവുണ്ട്. ഇപ്പം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അല്പം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മോഡലിലാണ് അവർ പഠിപ്പിക്കുന്നത്. കാരണം മലയാളത്തിലാണ് പഠിപ്പിക്കുന്നവർ, അറബി മലയാളത്തിലുമാണ് പഠിപ്പിക്കുന്നതും. പിന്നെ ഭയങ്കര അടിയും ചീത്തയും ഒക്കെ ഉണ്ടാവും. അതുപോലെ മദ്രസയിൽ നമസ്കരിക്കാൻ കൽപ്പിക്കും. മറ്റു സുന്നി കുട്ടികളൊക്കെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. നിസ്കാരത്തിന് പ്രാധാന്യത്തെ പറ്റി പറയും. സുന്നത്ത് നിസ്കാരങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾ നിസ്കരിക്കാൻ തുടങ്ങും. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അങ്ങനെ അങ്ങോട്ട് അവർ പഠിപ്പിക്കുന്നു. അവർ സിലബസ് മാത്രം പഠിപ്പിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഈ സുന്നി കുട്ടികളാണ് കൂടുതലായിട്ട് പള്ളിയിലൊക്കെ വന്ന് സുന്നി കുട്ടികൾ പള്ളിയിൽ വരുന്നുണ്ട്. അതേസമയം പ്രായമായവരിൽ കൂടുതൽ വരുന്നത് മുജാഹിദ് പ്രവർത്തകർ. അപ്പം ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മുജാഹിദ് പള്ളിയിലൊക്കെ യുവാക്കൾ കാണാൻ കഴിയും. നമുക്ക് നിസ്കാരത്തിന് കാണാൻ കഴിയും. മുക്കാൽ പാൻ്റൊക്കെ ഇട്ട് താടിയൊക്കെ വെച്ചുള്ള യുവാക്കളെ നമുക്ക് ടൗണിലൊക്കെ ധാരാളം കാണാൻ കഴിയും. അതേസമയം സുന്നി പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ വലിയവർ തന്നെ സംസാരിക്കുക, കുതുബ നടക്കുമ്പോൾ സംസാരിക്കുക, അങ്ങനെ ഒരു ഇതും കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത് നമ്മൾ മദ്രസയിൽ നമ്മൾ എന്ത് ചെയ്യുക, സുന്നി മദ്രസയിൽ പഠിപ്പിക്കുക, മാതാപിതാക്കൾ മുജാഹിദ് ആശയക്കാരുമായിരിക്കുക. കുട്ടികൾക്ക് 5-ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കൾ എന്ത് പറഞ്ഞു കൊടുക്കുക, മുജാഹിദ് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ എന്തായി സുന്നി ഇതും കിട്ടും, മുജാഹിദ് ആശയങ്ങളും കിട്ടും. ഞാനങ്ങനെയാണ് പഠിച്ചത്. നമ്മൾ പഠിച്ച ഫുള്ള് സുന്നി മദ്രസയിലാണ് പഠിച്ചത്. പിന്നെ എനിക്കൊരു ഏകദേശം 18-20 വയസ്സായപ്പോഴാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ജമാഅത്ത് ഇസ്ലാമി പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് സൗകര്യം അല്ലാഹു നൽകി. എൻ്റെ അമ്മാവന് IPH പ്രസിദ്ധീകരണങ്ങൾ പതിവായിട്ട് വാങ്ങും. തഫ്സീറുൽ ഖുർആൻ ഒരുപാട് വാങ്ങിയിട്ട് പാവങ്ങൾക്ക് വായിക്കാനൊക്കെ കൊടുക്കും. അങ്ങനത്തെ എനിക്ക് അങ്ങനെ ഒരു തഫ്സീറുൽ ഖുർആൻ കിട്ടി. തഫ്സീറുൽ ഖുർആനല്ല, ഖുർആൻ ഭാഷ്യം സ്വന്തമായിട്ട് അദ്ദേഹം എനിക്ക് നൽകി. അതുപോലെ തന്നെ മറ്റ് തഫ്സീറുൽ ഖുർആൻ 6 വോള്യൂം എനിക്ക് വായിക്കാൻ കിട്ടി. തഫ്സീറുൽ ഖുർആൻ അദ്ദേഹം തന്നിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് വീട്ടിലുണ്ട്, 6 വോള്യൂം ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ എടുത്ത് വായിക്കാൻ ഓരോ വോള്യൂം എനിക്ക് തരും. അത് വായിച്ചിട്ട് എടുക്കാമെന്നറിയാം. അങ്ങനെ ഓരോന്നും ഞാൻ വായിച്ച് ഏകദേശം 1 വർഷം കൊണ്ട് പരിപൂർണമായിട്ടും അത് പാരായണം ചെയ്യും. എന്നിട്ട് അടുത്ത 2ാം വോള്യൂം എടുക്കും, അത് വായിച്ച് അങ്ങനെ തഫ്സീറുൽ ഖുർആൻ പൂർണ്ണമായിട്ടും വായിക്കാൻ കഴിഞ്ഞ്. ഖുർആൻ ഭാഷ സ്വന്തമായിട്ട് അദ്ദേഹം എനിക്ക് സൗജന്യമായിട്ട് നൽകി. പിന്നെ ഒരുപാട് മറ്റ് പുസ്തകങ്ങൾ, ഇസ്ലാം മതം, കുത്തുബാത്ത്, വിശ്വാസവും ജീവിതം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, വഴിവിളക്കുകൾ പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ സൗകര്യം അല്ലാഹു നൽകി. അല്ലാഹുവിൻ്റെ ഇടപെടലാണ്. എല്ലാ അറിവും നൽകി. മഹദി ഇമാമിന് വേണ്ട എല്ലാ അറിവും അല്ലാഹു എനിക്ക് നൽകി. അതിനാൽ അല്ലാഹുവിൻ്റെ സജ്ജീകരണമായിരുന്നു അതെല്ലാം. കാരണം എനിക്ക് ഇപ്പോഴും ഞാനങ്ങനെ പുസ്തകങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല. പണമൊക്കെ ചിലവാക്കാൻ ചില കാര്യങ്ങൾക്ക് മടിയാണ്. അപ്പോൾ ഞാനേതായാലും പണം കൊടുത്ത് വാങ്ങില്ല അല്ലാഹുവിനാൽ. അതുകൊണ്ട് ഒരു അമ്മാവനെ എനിക്ക് നൽകി. ഇങ്ങനെ പുസ്തകത്തോടൊരു താല്പര്യമുള്ള അമ്മാവൻ എനിക്ക് നൽകി. അപ്പോൾ അതുവഴി ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. പറഞ്ഞു നമ്മൾ കുട്ടികളെ എപ്പോഴും മദ്രസയിൽ ചേർത്തുക, സുന്നി മദ്രസയിൽ ചേർത്തുക. അതിനുശേഷം അവരെ നമ്മൾ മുജാഹിദ് ആശയം പഠിപ്പിക്കുക എങ്കിൽ അത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും ഭൗതികപ്രമത്തരാവാതെ ആത്മീയമായി ജീവിക്കുക, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന അഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.